الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. 79-ാമത്തെ സൂറത്തുൻ നാസിആത്ത്. നാസിആത്തിലെ 34-ാമത്തെ ആയത്താണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. 33 വരെയുള്ള ആയത്തുകൾ മതാഅൻ ലക്കും വലി അൻആമിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി 34 മുതൽ. أعوذ بالله من الشيطان الرجيم. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يراه فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. أعوذ بالله من الشيطان الرجيم. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يراه فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. നിങ്ങളൊന്ന് ഓതിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പാണ് ഏറ്റവും പ്രയാസകരമായത്. അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ച് മനുഷ്യരെന്ന് പറയുന്നവർ എത്രയോ നിസ്സാരമാണ്. ആ ആകാശത്തെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, ആ ആകാശത്തിന്റെ വിധാനം അള്ളാഹു ഉയർത്തുകയും അതിനെ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം രാത്രിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടാക്കുകയും വെളിച്ചത്തെ അള്ളാഹു പുറത്തേക്കെടുക്കുകയും ചെയ്തു. അപ്പോൾ രാപ്പകലുകൾ ഉണ്ടാകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദഹാഹ അതിനെ വികസിപ്പിക്കുകയും ചെയ്തു. ആ ഭൂമിയിൽ നിന്ന് ആവശ്യമായ ജലവും വെള്ളവും അതുപോലെ തന്നെ സസ്യലതാദികളും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനായി പർവ്വതങ്ങളെ ഏർപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഒരൊറ്റ ഉത്തരം മതാഅൻ ലക്കും വലിയ അൻആമിക്കും. അപ്പൊ നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തത് നമുക്ക് വേണ്ടിയാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. മതാഅൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടിയാണത്. നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ ആകാശമുണ്ടാക്കിയതും ആകാശത്തെ വ്യവസ്ഥപ്പെടുത്തിയതും ഭൂമിയെ അള്ളാഹു ഉണ്ടാക്കിയതും ആ ഭൂമിയിൽ സസ്യലതാദികളും ജലങ്ങളും ഉൽപ്പാദിപ്പിച്ചതും ഇങ്ങനെ തുടങ്ങിയ എല്ലാം കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കി. ആ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ മറ്റൊരു സോഴ്സായ കന്നുകാലികളെയും അള്ളാഹു ഉൾപ്പെടുത്തി പറഞ്ഞു. അപ്പൊ കന്നുകാലികൾ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണത്. കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്ന പാലും കന്നുകാലികളുടെ മാംസവും കന്നുകാലികളുടെ രോമവും കന്നുകാലികളുടെ തൊലിയും കന്നുകാലികളുടെ എല്ലും അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നു. പല നിലയ്ക്കായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നു. കുപ്പായങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാംസങ്ങൾ കഴിക്കാൻ വേണ്ടി, പാല് കുടിക്കാൻ വേണ്ടി വലിയ ഒരു വ്യവസായത്തിന്റെ സോഴ്സാണ് കന്നുകാലികൾ എന്ന് പറയുന്നത്. ഈ കന്നുകാലികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പൊ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാസിആത്ത് എന്നാണ് ഈ സൂറത്തിന്റെ അർത്ഥം. ഊരിയെടുക്കുന്നവ, റൂഹിനെ ഊരിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യരുടെ റൂഹ് എങ്ങനെ ഊരിയെടുക്കും അല്ലാഹുവിന്റെ മലക്കുകൾ. അതുപോലെ തന്നെ ചീത്തയായ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന അവരുടെ റൂഹും ഈ ഭൂമിയിൽ നിന്ന് പോകാതെ തരമില്ലല്ലോ, അതും മലക്കുകൾ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്ന രീതിയും അല്ലാഹു ഇവിടെ സൂചിപ്പിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. പിന്നീട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഈ പൊതുവായ ചില കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. ഇനി മറ്റൊരു വിഷയമാണ് ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്നത്. നോക്കാം. وَإِذَا جَاءَتِ الطَّامَّةُ الْكُبْرَى അവിടെ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ടത് ആ ദാല് കഴിഞ്ഞിട്ട് ഒരല്പം നമ്മൾ നീട്ടണം. ഫഇദ എന്ന് ഓതരുത്, ഫഇദ എന്ന അല്പം ഒന്ന് നീട്ടണം. പിന്നെ ജീമിനുള്ളത് വലിയ ഒരു നീട്ടലാണ്. ജാ എന്നതിനെ നീട്ടണം. അതുപോലെ തന്നെ അതും വലിയൊരു നീട്ടലാണ്. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തിൽ നമ്മൾ നിർത്തുമ്പോൾ ഒരല്പം നീട്ടി തന്നെ നിർത്തണം. ഫഇദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്റാ
കുബറ എന്ന് പറഞ്ഞ് നിർത്തരുത്. കുബറ ഒരല്പം നീട്ടിയിട്ടായിരിക്കണം അവിടെ വഖഫ് ചെയ്യേണ്ടത്. അതാണ് ആ ഓത്തിന്റെ ചില നിയമങ്ങൾ. ഇനി ശ്രദ്ധിക്കാം. ഫൈദാ ജാഅത്, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ഇദാ എന്ന് പറയുമ്പോൾ സന്ദർഭം, ഫ എന്ന് പറയുമ്പോൾ അപ്പോൾ ഫഇദാ അപ്പോൾ സന്ദർഭം. എന്ത് സന്ദർഭം? ജാഅ വന്നാൽ സന്ദർഭം. എന്താണ് വരുന്നത്? അത്വാമ. ത്വാമ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ആപത്ത്, വിപത്ത് എന്നാണ് അതിന്റെ, മഹാസംഭവം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. കുബറ, കബീർ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു രൂപമാണ് കുബറ. കബീർ എന്ന് പറഞ്ഞാൽ വലിയത് എന്നാണ് അർത്ഥം. അതിന്റെ മറ്റൊരു രൂപമാണ് കുബറ എന്നുള്ളത്, സ്ത്രീലിംഗ രൂപമാണ്. അപ്പൊ എന്തായി അർത്ഥം? വലിയ ആ വിപത്ത് അങ്ങനെ എത്തിയാൽ എന്നായി അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വലിയ ആ വിപത്ത് വരുന്ന സന്ദർഭം. ഒന്ന് നോക്കുക. ഫഇദാ ജാഅതി വന്നാൽ അല്ലെങ്കിൽ വരുന്ന സന്ദർഭം. അത്വാമ വിപത്ത് വരുന്ന സന്ദർഭം. അൽ കുബറ വലിയ ഒരു വിപത്ത്. എന്താണ് ഈ വലിയൊരു വിപത്ത് എന്ന് പറഞ്ഞാല്? അപ്പൊ ഇവിടെ കുബറ എന്ന് പറഞ്ഞപ്പോഴ് ലോകത്ത് നമ്മൾ കാണുന്ന കുറെ വിപത്തുകളുണ്ട്, അതൊക്കെ അതിന്റെ താഴെ വരുള്ളൂ. അതുകൊണ്ടാണ് കുബറ എന്ന് പറഞ്ഞത്. കുബറ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വിപത്താണ്. ആ വിപത്ത് എന്താണ്? അത് ഈ ലോകത്തിന്റെ അവസാനമാണെന്നാണ്. അതാണല്ലോ ഏറ്റവും വലിയൊരു വിപത്ത്, ഏറ്റവും വലിയൊരു അവസാനം അതാണ്. അപ്പൊ ഈ ലോകം അവസാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്നതാണ് പറയുന്നത്. ചെറിയ ചെറിയ സൂറത്തുകളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അൽ ഹാഖ എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഖാരിഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെ ത്വാമത്തുൽ കുബറ. അതായത് ആ വലിയ ഒരു വിപത്ത് വന്നാൽ. എന്താ വലിയൊരു വിപത്ത് വന്നാൽ? ചെറിയ വിപത്തുകളൊക്കെ നമ്മൾ മറന്നു പോകും. വലിയൊരു വിപത്ത് വന്നാൽ അതിന്റെ തകരാറ് എന്താണ്? ചെറിയൊരു വിപത്തുകളൊക്കെ നമ്മൾ മറന്നു. വലിയൊരു അസുഖം വന്നു എന്ന് വിചാരിക്കും നമ്മള്, ചെറിയ അസുഖങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ ചെറിയ അസുഖങ്ങളെ സംബന്ധിച്ച് ആരും പറയില്ല, അതും നമ്മുടെ ഓർമ്മയിലുണ്ടാകില്ല. വലിയൊരു പരീക്ഷണം നേരിട്ടെന്ന് വിചാരിക്കുക, ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ പോകും. ഇതാണ് ഈ വലിയൊരു വിപത്തിന്റെ പ്രത്യേകത. സുനാമി വന്നില്ലേ, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ വിസ്മരിച്ചു. ഒരാൾക്കും ഒന്നിന്റെ ഓർമ്മ ഉണ്ടായില്ല. ആകെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നത് ഈ സുനാമിയെ സംബന്ധിച്ച്. അതാണ് വലിയൊരു വിപത്ത് എന്ന് പറയുന്നത്. അപ്പൊ വലിയൊരു അപകടം സംഭവിച്ചാൽ ചെറിയ കാര്യങ്ങളൊക്കെ മനുഷ്യൻ മറന്നുപോകും. അതാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വരാനുണ്ട് എന്ത്? ഒരു മഹാവിപത്ത് വരാനുണ്ട്, അല്ലെങ്കിൽ മഹാ സംഭവം വരാനുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അത് വന്നാൽ എന്താ ഉണ്ടാകുക? ഫഇദാ ജാഅതിത് താമ്മത്തുൽ കുബ്റ, ആ വലിയ ഒരു വിപത്ത് നിങ്ങൾക്ക് എത്തിയാൽ യൗമ യതദക്കറു, അന്ന് ഓർക്കുന്ന ദിവസമാണ്. അൽ ഇൻസാൻ, മനുഷ്യൻ ഓർക്കുന്ന ദിവസമാണ്. മാ സആ, അവൻ എന്താണോ അധ്വാനിച്ചത് ആ അധ്വാനിച്ചതിലേക്ക് മനുഷ്യൻ ഓർക്കുന്ന നിമിഷമാണത്, അല്ലെങ്കിൽ ആ ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത മനുഷ്യൻ എന്താണോ അധ്വാനിച്ചത് ആ അധ്വാനിച്ചതിനെ മാത്രം അവൻ ഓർക്കും. അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കണം അധ്വാനം? ആ അധ്വാനം എന്തിനു വേണ്ടിയായിരിക്കണം? ഈ വരുന്ന ഒരു ദിവസത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു അധ്വാനമായിരിക്കണം. അതായത് പരലോകത്തെ കണ്ടുകൊണ്ടുള്ള ഒരു അധ്വാനം. അങ്ങനെ അധ്വാനിച്ചത് വല്ലതുണ്ടോ എന്ന് മനുഷ്യൻ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഓർക്കാന്ന് പറയുന്നത്. വലിയൊരു വിപത്ത് വന്നാല് ഈ ഒരു ലോകം അവസാനിക്കുകയാണ്, ഇനി യാതൊരു രക്ഷയുമില്ല, നമുക്ക് എല്ലാ ആശ്രയങ്ങളും എല്ലാ അവലംബങ്ങളും എല്ലാ തണലുകളും അവസാനിച്ചോ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, മറ്റൊരാളുമില്ല എന്ന് വരുമ്പോൾ ഉടനെ തന്നെ മനുഷ്യൻ അവന്റെ അവലംബമായി കാണുന്നത്, അവന്റെ ആശ്രയമായി കാണുന്നത് താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പരലോകത്തേക്ക് വേണ്ടി, ഈ ലോകത്തേക്ക് വേണ്ടി, ദുനിയാവല്ല ഈ വരുന്ന ഈ ലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും അമലുണ്ടോ എന്ന് മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചു പോകും, അല്ലെങ്കിൽ ഓർമ്മിച്ചു പോകും. അതാണ് യൗമ, ആ ഒരു ദിവസം എന്ന് പറയുന്നത്. യതദക്കറു, തദക്കറ, ദിക്ർ എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുക എന്നാണ് അതിന്റെ അർത്ഥം. യതദക്കറു, അവൻ ഓർക്കുന്നു. ആരാണ് ഈ അവൻ എന്ന് പറയുന്നത്? അൽ ഇൻസാൻ, മനുഷ്യന്.
മനുഷ്യനെ എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. നമ്മൾ നന്മ ചെയ്ത ആളുകളുണ്ട്, തിന്മ ചെയ്ത ആളുകളുണ്ട്, കാഫറുകളായ ആളുകളുണ്ട്. മനുഷ്യൻ എന്ന ജാതിയിൽ ഇവിടെ എത്ര കോടി മനുഷ്യരുണ്ടോ ആ സമയത്ത് ആ മനുഷ്യര് മുഴുവൻ ഓർത്തുപോകും. അങ്ങനെയുള്ള ഒരു സമയമാണത്. എന്താണ് അവർ ഓർക്കുക? ഒന്നാണ് അവർ ഓർക്കുക. എന്ത്? സഅ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. സഅ എന്ന് പറഞ്ഞാല് ഓടുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമെങ്കിലും ഇവിടെ അധ്വാനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യൻ ഓടുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ മനുഷ്യൻ പരലോകത്തേക്ക് വേണ്ടി എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് ആ ചെയ്തു വെച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ഓർത്തുപോകും. ഇത് പഠിച്ചപ്പോഴ് നമ്മൾ ഇതിനു മുമ്പ് സൂറത്തുൻ നബയില് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നാ പേജ് ഒന്ന് ഇങ്ങോട്ട് മറച്ചു വയ്ക്കുക. സൂറത്തുൻ നബ നമ്മൾ അവസാനമായിട്ട് പഠിച്ച സൂറത്തുൻ നബ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിച്ചതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ഓടിച്ചു നോക്കിയേ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മള് പഠിച്ചതായ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും നമുക്ക് ഒരു ഓർമ്മയുണ്ടോ നോക്കിയേ. അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ ദാലികൽ യൗമുൽ ഹഖ്. കണ്ട, ആ പറഞ്ഞതാണ് ഇവിടെയും ഈ പറഞ്ഞത്. യൗമ, ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ദിവസം? യഖൂമുർ റൂഹു, റൂഹ് നിൽക്കുന്ന ദിവസമാണ്. വൽ മലായിക, മലക്കുകൾ നിൽക്കുന്ന ദിവസമാണത്. സഫ, അണിയണിയായി അവരിങ്ങനെ നിൽക്കും. ലാ യതകല്ലമൂന, സംസാരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അനുവാദം നൽകിയവരല്ലാതെ. വഖാല സവാബ, സത്യം പറയുകയും ചെയ്ത. അപ്പൊ കിടുകിടോ മനുഷ്യൻ വിറച്ചു പോകുന്ന, ഒരക്ഷരം ഉരിയാടാൻ പോലും കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ പേടിച്ചു പോകുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ചാണ് സൂറത്തുൻ നബഇല് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു ദാലിക്കൽ യൗമുൽ ഹഖ്, ആ ദിവസം ഉണ്ടല്ലോ അത് ഹഖാണ്, അത് സത്യമാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വഇദാ ജാഅതിത് താമ്മത്തുൽ കുബ്റാ, ആ ദിവസത്തിന്റെ മുന്നോടിയായി വലിയ ഒരു വിപത്ത് വന്നാൽ ഉടനെ മനുഷ്യൻ ചിന്തിക്കും, എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടോ, എന്തെങ്കിലും എന്റെ പക്കലുണ്ടോ, എന്റെ പക്കലുണ്ടോ എന്നുള്ളതാണ്. വേറെ ഒരാളുടെ പക്കലുണ്ടോ എന്നല്ല ചോദിക്കുക. എന്റെ മകന്റെ കൈ ഇവിടെ വെച്ച് നമുക്കൊരു ആപത്ത് വന്നാല്, നമ്മുടെ ഇവിടെ വെച്ച് എന്തെങ്കിലും കുടുങ്ങിപ്പോയാൽ നമുക്ക് നമ്മുടെ മക്കളുണ്ടാവുമെന്ന് വിചാരിക്കാം. മക്കളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കാം. പക്ഷെ അവിടെ മക്കളെ കുറിച്ച് ചിന്തയില്ല, മക്കളെ കുറിച്ച് ചിന്തയില്ല, ഭാര്യയെ കുറിച്ച് ചിന്തയില്ല, കുടുംബത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത്. 60 വയസ്സായ മനുഷ്യൻ എന്തിനാ ജീവിച്ചതെന്ന് വെച്ചാൽ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അതിന്റെ ഇടയിൽ അയാൾ നിസ്കാരം മറന്നുപോയി, അതിന്റെ അയാൾ നോമ്പ് മറന്നുപോയി, അതിന്റെ ഇടയിൽ പള്ളിയിൽ പോക്ക് മറന്നുപോയി, ഖുർആൻ പഠിക്കാൻ മറന്നുപോയി, ഹജ്ജ് മറന്നുപോയി, എല്ലാം മറന്നുപോയി. ആകെ അയാളുടെ മനസ്സിൽ നിന്നത് എന്താണ്? മോളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ മോനൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ ഒരു വീട് പണിയണം. ഇതൊക്കെയായിരുന്നു അയാളുടെ ചിന്ത. 60 വയസ്സ് വരെ അള്ളാഹ് കൊടുത്തിട്ട് ഞാനും നിങ്ങളും ആ ചിന്തയിലാണ് നമ്മളിങ്ങനെ ജീവിച്ചത്. ഓരോ ദിവസം നമ്മളിങ്ങനെ അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടലായിരുന്നു. അത് ഒരു കൂട്ടുന്നത് നല്ലതാണ്, അത് ഇസ്ലാം നിരോധിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഒപ്പം എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, നമ്മള് നിസ്കരിക്കണം, നോമ്പുണ്ടാകണം, ഹജ്ജിന് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നിസ്കാരവും ഇല്ല, പള്ളിയും ഇല്ല, നോമ്പും ഇല്ല, ഖുർആനും ഇല്ല, ഖുർആൻ പഠനവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആകെ വേണ്ടത് എന്താ? ഒരു വീട് പണിയാ. ഒരു വീട് പണിയാണ് എന്റെ ആകെ ലക്ഷ്യം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ് ഭൗതികമായ ലക്ഷ്യമാണ്. അങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യന്റെ റൂഹ് അങ്ങോട്ട് പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടുള്ള യാത്രയില് ആ മനുഷ്യൻ പിന്നെ ചിന്തിക്കുന്നത്, എന്റെ 60 വയസ്സും ഈ വീടിന് വേണ്ടിയാണല്ലോ ഞാൻ മാറ്റിവെച്ചത്, എന്റെ 60 വയസ്സും എന്റെ മക്കൾക്ക് വേണ്ടിയാണല്ലോ മാറ്റിവെച്ചത്, ഞാൻ എന്ത് ചെയ്തു എന്ന് അയാൾ ചിന്തിക്കും. അതാണ് യൗമ യതദക്കറുൽ ഇൻസാൻ മാ സഅ. അവൻ അധ്വാനിച്ചതെന്തോ ആ അധ്വാനിച്ചതിലേക്ക് അവന്റെ കണ്ണിങ്ങനെ പോകും. അവിടെ ശൂന്യമായിരിക്കും.
അധ്വാനത്തിൽ ഒരു റക്അത്ത് നിസ്കാരം ഉണ്ടാവില്ല, ഒരു പേജ് ഖുർആനോത്ത് ഉണ്ടാവില്ല, ഒരു ദിക്ർ ഉണ്ടാകില്ല, ഒരു സ്വലാത്ത് ഉണ്ടാകില്ല, ഒരു ജുമാ ഉണ്ടാകില്ല, ഒന്നും ഉണ്ടാകില്ല. അവിടെ ശൂന്യമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചാണ് അടുത്ത ആയത്ത് അല്ലാഹു പറയുന്നത്, വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. വബുരിസത്തിൽ ജഹീം, ജഹീം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകം വെളിവാക്കപ്പെടും. ലിമൻ യറാ, കാണുന്നവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കൊണ്ടുവരികയും ചെയ്യും. ഫഅമ്മാ മൻ തഗാ, എന്നിട്ട് അല്ലാഹു ഒരു പ്രത്യേകം ഒരു കൂട്ടരെ കുറിച്ച് പറയാ. ഫഅമ്മാ മൻ തഗാ, അതിരുകൾ ചാടിക്കടന്ന ആളുകൾ. ത്വഅ എന്ന് പറഞ്ഞാൽ അതിർത്തി ലംഘിച്ചു എന്നാണ്. ത്വഅ എന്ന് പറഞ്ഞാൽ അതിർത്തി ലംഘിക്കുക. ഓരോ അതിർത്തി ഉണ്ടല്ലോ നമുക്ക്. നമ്മളെ അതിർത്തികൾ ലംഘിക്കാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ഒരു അതിർത്തി ഉണ്ട്. വീടിന്റെ അതിർത്തിയോ പറമ്പിന്റെ അതിർത്തിയോ അല്ല ഈ പറയുന്നത്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ചില അതിർത്തികളുണ്ട്, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ചില അതിർത്തികളുണ്ട്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ചില അതിർത്തികളുണ്ട്, നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ ചില അതിർത്തികളുണ്ട്. ഈ അതിർത്തികളൊന്നും സൂക്ഷിക്കാതെ ചാടിക്കട സാമ്പത്തിക രംഗത്ത് നമുക്കിഷ്ടം പോലെ ജീവിക്കാം. അവിടെ സമ്പത്ത് എവിടെ നിന്ന് വരുന്നു, അതിന്റെ വഴി എന്താണ്, അതിനെക്കുറിച്ച് ചിന്തയില്ല. സമ്പത്ത് എങ്ങോട്ട് പോകുന്നു, അതിന്റെ വഴി എന്താണ്, അതിനെക്കുറിച്ച് ചിന്തയില്ല. അതിന്റെ വിഹിതം സക്കാത്തായിട്ട് മാറിയിട്ടുണ്ടോ, ചിന്തയില്ല. അത് അവനവന്റെ മനസ്സ് എന്ത് പറയുന്നുവോ ഒരു അതിർത്തിയുമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. സാമ്പത്തിക ജീവിയായി സാമ്പത്തിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത് മനുഷ്യൻ ജീവിക്കുന്നു. അവിടെയൊക്കെ ഇസ്ലാം വെച്ച അതിർത്തികളുണ്ട്. ഈ അതിർത്തികളൊന്നും പാലിക്കാതെ അതിനൊക്കെ ചാടിക്കിടക്കുക. അത്തരം ആളുകളെയാണ് ത്വഗാ, തുഗ്യാൻ, താഗൂത്ത് എന്നൊക്കെ പറയുക. അപ്പൊ അങ്ങനെ ജീവിച്ച ആളുകൾ, അതായത് ദീനുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിച്ച ആളുകള് എന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുക. അവിടെയാണ് ഫഅമ്മാ മൻ ത്വഗാ, അതിർത്തി ലംഘിച്ച ആളുകൾ. വആസറ, അയാൾ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹയാത്തദ് ദുനിയാ, ഭൗതിക ജീവിതമാണ് അയാൾ തെരഞ്ഞെടുത്തത്. ഇതിനപ്പുറം വേറൊന്നില്ല എന്നാണ് അയാളുടെ മനസ്സ് അയാളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇത് തന്നെയുള്ളൂ, ഇത് തന്നെയാണ് ഈ പച്ചപ്പും ഈ ആകർഷണീയം ഒക്കെയാണ്, ഈ കാറ്റും ഈ കുളിരും ഒക്കെയാണ് ജീവിതം എന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അയാൾ ഈ ഭൗതിക ജീവിതത്തെ മാത്രം തെരഞ്ഞെടുത്തു. പ്രവാചകന്മാരും ഖുർആനും ഖുർആൻ ക്ലാസുകളും ജുമായും ഖുത്ബയും ഒക്കെ പരലോകത്തെക്കുറിച്ച് പറഞ്ഞു. ആ പരലോകത്തെക്കുറിച്ച് പഠിക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ യാതൊരു സമയവും അദ്ദേഹത്തിന് ലഭിച്ചില്ല, കിട്ടിയില്ല. എനിക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറുതെ 6-ാം നൂറ്റാണ്ടിലെ അന്ധവിശ്വാസികൾ പറയുന്നതാണ്, മരുഭൂമിയിൽ നിന്നുള്ള അന്ധവിശ്വാസികൾ പറയുന്നതാണ്, തീവ്രവാദികളും വർഗീയവാദികളും പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഷണ്ഡീകരിച്ച് താനും തന്റെ ജീവിതവും തന്റെ ഭൗതിക ജീവിതവും എന്ന നിലയിലേക്ക് അയാൾ പോയി. അതാണ് അയാൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു അൽ ഹയാത്തദ് ദുനിയാ, ഭൗതിക ജീവിതം, ദുനിയാവിന്റെ ജീവിതം അയാൾ തെരഞ്ഞെടുത്തു. ദുനിയാവിന്റെ ജീവിതം തെരഞ്ഞെടുക്കാം നമുക്ക്, പക്ഷെ അത് മാത്രമാകരുത് നമ്മുടെ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരാൾ തെരഞ്ഞെടുത്താൽ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ, നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ പള്ളിയിലേക്ക് നടന്നു വരുന്ന അതേ കാലുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു പലയിടത്തേക്കും നടക്കാം, ഒരു പ്രയാസമില്ല. ഈ ഖുർആൻ ഓതുന്ന ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് പല കാഴ്ചകളും കാണാം, ഒരു തടസ്സമില്ല. അള്ള പിടിക്കൊന്നുമില്ല, അള്ള പിടിക്കില്ല. പക്ഷേ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അള്ളാഹ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ എവിടെ വരെ ഉപയോഗപ്പെടുത്തുമെന്ന് അള്ളാഹു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു റാഖിബ് റഖീബ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അള്ളാഹ്. ഈ തന്ന സ്വാതന്ത്ര്യം നമ്മൾ എന്തിനാ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മളത് ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ദേഹേച്ഛകൾക്കും വേണ്ടി മാത്രമാണ് അങ്ങനെ ഉപയോഗപ്പെടുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ അടുത്ത ആയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, തീർച്ചയായും അൽ ജഹീം, നരകം എന്ന് പറയുന്നത്, ഹിയ, അതാകുന്നു, മഅവാ, അവന്റെ അഭയകേന്ദ്രം, അവൻ മടങ്ങിച്ചെല്ലുന്ന മാർഗം അല്ലെങ്കിൽ അവൻ മടങ്ങിച്ചെല്ലുന്ന കേന്ദ്രം നരകം തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം എന്ന് പറയുന്നത് ഒരു സത്യമാണ്, അതൊരു ഉമ്മാമക്കഥയല്ല. നരകം എന്ന് പറയുന്നത് ഒരു ഉമ്മാമക്കഥയല്ല, മറിച്ച് അതൊരു സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് നരകം എന്ന് പറയുന്നത്.
അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്ത് അള്ളാഹു ഇഷ്ടം പോലെ നൽകിക്കൊണ്ടേയിരിക്കും. അവർക്ക് ആയുസ്സും അള്ളാഹു നൽകും, അവർക്ക് സമ്പത്തും അള്ളാഹു നൽകും, സൗന്ദര്യവും നൽകും, സൗകര്യങ്ങളും നൽകും, കൊട്ടാരങ്ങളും നൽകും, എല്ലാം അള്ളാഹു നൽകും. പക്ഷേ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തമാണ് നരകത്തിലേക്കുള്ള പിടുത്തം. അതാണ് ഫഇന്നൽ ജഹീം, നരകം എന്ന് പറയുന്നത് ഹിയൽ മഅ്വാ, അവരുടെ അഭയകേന്ദ്രമാണ്, അല്ലെങ്കിൽ അവർ ചെല്ലുന്നതാണത്. നരകത്തെ സംബന്ധിച്ച് ഒരുപാട് സൂറത്തുകളിൽ സഹോദരങ്ങളെ, ചെറിയ ചെറിയ സൂറത്തുകളിൽ അള്ളാഹു അതിഭയാനകമായ വിധത്തിൽ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓതുകയും കേൾക്കുകയും അർത്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എപ്പോഴും നമ്മൾ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏറ്റവും ചെറിയൊരു ഹദീസ് ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ ചീള്, ഒരു കാരക്ക മൊത്തമല്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടല്ല, ഒരു കാരക്കയുടെ ഒരു ചീള് അത് കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നാളിതുവരെ ഒരു കളവ് പറയാത്ത ഒരു മഹാനായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. കളവ് പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി. ആ മഹാനായ മുഹമ്മദ് നബിയാണ് പറഞ്ഞത്, ഇത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഒരു ഈത്തപ്പഴത്തിന്റെ, അല്ലെങ്കിൽ ഒരു തമ്പ്ര എന്ന് പറഞ്ഞ കാരക്കയാണ്, ഒരു കാരക്കയുടെ ഒരു ചുള നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചുളയുടെ ഒരു ഭാഗം നൽകിക്കൊണ്ട് നരകത്തെ സൂക്ഷിക്കണം. അപ്പൊ ഇതൊരു ചെറിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെറിയൊരു പുണ്യം അല്ലാഹു സ്വീകരിച്ചാല് അത് മതി ഒരു പക്ഷേ നമ്മുടെ നരകത്തിൽ നിന്നുള്ള കാവലിന് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയത് പുണ്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ വലിയ കാര്യത്തിന്റെ ഇത് പറയാനില്ലല്ലോ സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വതക്ക, സൽക്കർമ്മങ്ങള്, അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു മനസ്സ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയണം. നബി പറഞ്ഞിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞാല് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊക്കെ, എനിക്കൊക്കെ 60 വയസ്സ് കഴിഞ്ഞു, നിങ്ങളിൽ പലർക്കും 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഡെഡ് ലൈൻ ആണെന്നാണ് പറയുന്നത്. അന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 40 വയസ്സിനെ സംബന്ധിച്ച് ഖുർആനിൽ ചില പ്രയോഗങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ആ 60 വയസ്സ് എത്തിയ ആളുകള് പിന്നെ അവര് അള്ളാഹു നൽകിയ ഈ ആയുസ് നമ്മുടെ കുറെ കാര്യങ്ങളിലൊക്കെ തുലച്ചു കിടന്നിട്ടുണ്ടാവും. ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോഴും ആ ബോധം ഇപ്പോഴാണല്ലോ നമുക്കൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ ഓർത്തു വല്ലാതെ വിഷമിക്കേണ്ട. ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ കള്ളുകുടിച്ചല്ലോ, പലിശ വാങ്ങിയല്ലോ, ചീട്ട് കളിച്ചല്ലോ, അങ്ങനെ തുടങ്ങി കുറെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ നമ്മുടെ വിവരമില്ലാത്ത, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഭാഗ്യമില്ലാത്ത സമയങ്ങൾ നമ്മൾ ചെയ്തു പോയതാ. അതൊക്കെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ പാശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പൊ 60 വയസ്സ് അന്ന് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 60 വയസ്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം? തൗബയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം. തൗബയെ നമ്മൾ വല്ല ജീവിതത്തിന്റെ ഒരു ചര്യയാക്കണം. അത് ജീവിതത്തിന്റെ, നബിയെ 100 വട്ടം തൗബ ചെയ്തിട്ടുണ്ടല്ലോ ഒരു ദിവസം. അത് 60 വയസ്സായതിനു ശേഷം ഒന്നല്ല, അതിന് മുമ്പേ നബി എന്ത് ചെയ്തിട്ടുണ്ട്? 100 വട്ടം ഒരു ദിവസം തൗബ ചെയ്തിട്ടുണ്ട്. തൗബ പ്രിയമുള്ളവരെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നമ്മുടെ നാട്ടില് പണ്ട് തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ പുത്തനൊക്കെ വേണം. പണ്ടത്തെ തൗബ എന്ന് അങ്ങനെയാണ്. കൊല്ലത്തിലൊരിക്കൽ ദീനിന്റെ വിജ്ഞാനത്തിന്റെ കൈമാറ്റം, കൊല്ലത്തിലൊരിക്കലും ഒരു വയല, വേറെ സംവിധാനങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടില്. കൊല്ലത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ഒരു വയൽ നടത്തും, പള്ളികൾ കേന്ദ്രീകരിച്ച്. ആ വയൽ 1 മണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ ഉസ്താദ് വേറെന്തോ കഥകളൊക്കെ ഇങ്ങനെ പറയും. ആ കഥകളിലൂടെ ഇങ്ങനെയൊക്കെ പോയി നീട്ടിയും കുറുക്കിയും ഒക്കെ പറഞ്ഞ് അവസാനം എന്തെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തൗബ പുത്തനുമായി ബന്ധപ്പെട്ടിട്ടാണ് തൗബയെ സ്വീകരിക്കാറുള്ളത്. അതാണ് ആളുകളുടെ മനസ്സിലുള്ള തൗബ എന്ന് പറയുന്നത്. അതല്ല ഇസ്ലാമിന്റെ തൗബ. വർഷത്തിലൊരിക്കലും ഒരു ഉസ്താദിന്റെ മുമ്പിലിരുന്ന് ചെയ്യുന്നതൊന്നുമല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസേന ചെയ്യേണ്ടതാണത്. അത് കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അതൂബു ഇലൈഹി എന്ന് പറഞ്ഞതുകൊണ്ട്
കാര്യമായില്ല. തൗബ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൗബ ചെയ്യുമ്പോൾ, തൗബ എപ്പോഴും നമ്മൾ ചെയ്യണം. ആ തൗബ ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ എന്താണോ ചെയ്തു പോയത് ആ ചെയ്തു പോയതിൽ നമുക്കൊരു ഖേദമുണ്ടാകണം. അറബിയിൽ അതിന് നദാമ എന്നാ പറയാ. അന്നദാമത്തു, നമുക്കൊരു ഖേദമുണ്ടാകണം. ഞാൻ ഇന്നത് ചെയ്തല്ലോ റബ്ബേ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തു പോയി. ആ ചെയ്തതിൽ എനിക്ക് ഖേദമുണ്ട്, പ്രയാസമുണ്ട്. 2, ഇനി അതിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയില്ല എന്ന് മനസ്സിനെ ഉറപ്പിക്കണം. ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിനെ ഉറപ്പിക്കണം. 3, നമ്മൾ ഈ ചെയ്ത പണിയുണ്ടല്ല, അത് സൃഷ്ടികളുമായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടിക്കണം. ഈ ചെയ്ത പണി നമ്മളെ ഏതെങ്കിലും ഒരു സഹോദരനായിട്ടാണ് ബന്ധപ്പെട്ടത്, അള്ളയായിട്ടല്ല അതിന് ബന്ധം. ആ സഹോദരനെ നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചെങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് തൗബ സ്വീകരിക്കുള്ളൂ. ഒരാളെ കുറിച്ച് നമ്മൾ ഈബത്ത് പറഞ്ഞു. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോണ ഏഷണിയും ഫിത്തനയും ഫസാദ് ഗീബത്തിന്റെ ഒക്കെ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ ആവശ്യമാണ് ജനാധിപത്യത്തിൽ. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ സംഭവിക്കുന്ന നമ്മുടെ നാവിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ശരി, നമ്മുടെ നാവിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ആ നാവിനെ സൂക്ഷിക്കാതെ നമ്മൾ തോന്നിയ മാതിരി ആളുകളെ കുറിച്ച് അത് ഇതൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ഇട്ട് അവന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാല് ആ ക്ഷതം സംഭവിച്ച മനുഷ്യൻ നമുക്ക് പുറത്തു തന്നെങ്കിൽ അള്ളാഹ് നമുക്ക് പുറത്തു വരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജത്തുൽ വിദായിലാണ് നബി പറഞ്ഞത്, അറഫ ദിവസത്തിലാണ് നബി പറഞ്ഞത്. നബി അവരോട് ചോദിച്ചു, ഇത് ഏതാണ് ദിവസമെന്ന്. അവർ പറഞ്ഞു, നബിയെ ഇത് അറഫ ദിവസമാണ്. നബി അവരോട് ചോദിച്ചു, ഇതേതാ മാസം? അവർ പറഞ്ഞു, നബിയെ ഇത് ഹജ്ജിന്റെ മാസമാണ്, ദുൽഹിജ്ജയാണ്. നബി അവരോട് ചോദിച്ചു, ഇതേതാ നാട്? അവർ പറഞ്ഞു, ഇത് മക്കയാണ്. എന്തിനാ ചോദിച്ചത്? അവരെ ഒന്ന് ബോധവൽക്കരിക്കാനും അവരെ ഒന്ന് അവരുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാനും വേണ്ടി. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അറാലക്കും വ അംവാലക്കും, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന അറാലക്കും, നിങ്ങളുടെ അഭിമാനമുണ്ടല്ലോ, ആ അഭിമാനം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്തം, ഇതെല്ലാം കഹുറുമത്തി യൗമിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ, കഹുറുമത്തി യൗമിക്കും ഹാദാ, ഇന്നേ ദിവസത്തിന്റെ പവിത്രതയുണ്ട്. അപ്പോ അറഫ ദിവസത്തിന്റെ പവിത്രതയാണ് ഒരു സഹോദരന്റെ അഭിമാനം, വെറുതെ അല്ല. അറഫ ദിവസത്തിന്റെ പ്രത്യേകത ഒരു സഹോദരന്റെ അഭിമാനത്തിനുണ്ട്. അറഫ ദിവസത്തെ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത ഒരു സഹോദരന്റെ അഭിമാനത്തിനുണ്ട്. മക്ക രാജ്യത്തിന്റെ പ്രത്യേകതയും പവിത്രതയും ഒരു സഹോദരന്റെ അഭിമാനത്തിനുണ്ട്. ഈ 3 കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ അവന്റെ സമ്പത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവന്റെ രക്തത്തെ സംബന്ധിച്ചും. രക്തം എന്ന് പറഞ്ഞാൽ അന്യായമായ ഒരാളെ കൊല്ലാൻ പാടില്ലല്ലോ. ഏത് ബോംബ് സ്ഫോടനം ഉണ്ടായാലും മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. പിന്നിലാരായിരുന്നാലും ശരി. സാമാന്യ രീതിയിൽ നമ്മുടെയൊക്കെ രാജ്യത്തുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഒരു തൊപ്പി വെച്ച താടി വെച്ച മനുഷ്യന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കലാണ്. അങ്ങനെ പല സംഭവങ്ങളും നാട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നീട് വീണ്ടും വിചാരത്തോടുകൂടി അന്വേഷണം നടത്തുമ്പോൾ ഇവരൊന്നുമല്ല, വേറെ പലരായിരിക്കും. അതിനു മുമ്പേ ഇവരുടെ 10 കൊല്ലം 17 കൊല്ലം 15 കൊല്ലമൊക്കെ ജയിലിലായിരിക്കും ഇവര്, സംശയത്തിന്റെ പേരിൽ. അങ്ങനെയാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത്, ലോകത്തുള്ള അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെ കൊന്നതിന് സമമാണ്. ഒരു മനുഷ്യനെ ഒരാൾ രക്ഷിച്ചാൽ അയാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ് സഹോദരങ്ങളെ. അപ്പൊ അന്യായമായ ഒരു രക്തം ഭൂമിയിൽ ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് നബി. അത് പറഞ്ഞ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്യായമായ ഒരു തുള്ളി രക്തം ഇവിടെ ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഓരോ രക്തത്തിനും ഈ 3 മക്കയുടെയും ഹജ്ജ് മാസത്തിന്റെയും അറഫ ദിവസത്തിന്റെയും പവിത്രതയുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, തെരഞ്ഞെടുപ്പായാലും ശരി, അല്ലാത്ത സമയത്തായാലും ശരി, നമ്മളൊരു മനുഷ്യന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചാൽ
പിന്നെ നമ്മൾ അള്ളാഹോട് പറഞ്ഞിട്ട് കാര്യമില്ല, തൗബ സ്വീകരിക്കില്ല. ആ മനുഷ്യനെ പൊരുത്തപ്പെടിച്ചതിന് ശേഷം അള്ളാഹിനോട് പറയണം. ഇത് തൗബയുടെ 3 നിബന്ധനകളായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. എന്താ പറഞ്ഞത്? തൗബ നമ്മള് ഒരു നിരന്തരമായി ഞാനും നിങ്ങളും തൗബ ശീലമാക്കണം. അതിൽ ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ, അള്ളാഹുവേ ഞാൻ ആ ചെയ്ത തെറ്റിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് മനസ്സിന്റെ ഒരു നിഷ്കളങ്കത നമ്മിലേക്കുണ്ടാകണം. രണ്ടാമതായി ഇനി ഞാൻ ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ല. മൂന്നാമതായി എന്റെ ഈ തെറ്റ് സൃഷ്ടികളുമായാണ് ബന്ധപ്പെട്ടതെങ്കിൽ ഞാൻ അവനെ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധവും ഒരു പാശ്ചാത്തലവും വേണം തൗബ നാം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്. അതില്ലാത്ത തൗബകൾ അത് തൗബയാവുകയില്ല എന്ന് നമ്മൾ കണക്കാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുന്നത് ജീവിതത്തിന്റെ വലിയൊരു ചര്യയായി നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സൽക്കർമ്മങ്ങളിലേക്കൊക്കെയാണ് മനുഷ്യൻ അവസാന നിമിഷം ചെന്ന് നോക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു 5 മിനിറ്റ്.
പറഞ്ഞു വന്നത് തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. തൗബ സാധാരണ നമ്മളെപ്പോഴെങ്കിലും റമദാൻ വരുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലോ അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോഴോ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. തൗബയുമായി അതിന് ബന്ധമുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും എന്നതാണ്. അടുത്തതായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, ഇവിടെ അള്ളാഹു നിശ്ചയിച്ച അതിർത്തികൾ ചാടിക്കടക്കുന്ന ലംഘിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഫഅമ്മാമൻ തഗ, അപ്പോൾ ആരാണോ അതിർത്തികൾ ലംഘിക്കുന്നത്, വആസറൽ ഹയാത്തദ് ദുനിയ, അവൻ ഭൗതിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുവോ, എങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, നരകമാണ് അവന്റെ വാസസ്ഥലം അല്ലെങ്കിൽ അവന്റെ അഭയകേന്ദ്രം എന്ന് പറഞ്ഞു നിർത്തി. ഇനി അടുത്ത ഒരു വിഭാഗത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിഭാഗം അവരാരാണ്? ഖാഫ, അവർ പേടിച്ചു, അവർ ഭയപ്പെട്ടു. മഖാമ റബ്ബിഹി, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിനെ അവർ ഭയപ്പെട്ടു. മഖാമുൻ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. റബ്ബിഹി എന്ന് പറഞ്ഞാൽ അവന്റെ റബ്ബ്. അപ്പൊ അവന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ ഭയപ്പെട്ടാൽ, വനഹ, എന്നിട്ട് അയാൾ നിരോധിക്കുകയും ചെയ്തു, വിരോധിക്കുകയും ചെയ്തു, അന്നഫ്സ, അയാളുടെ ശരീരത്തെ, അനിൽ ഹവാ, ദേഹേച്ഛകളിൽ. അപ്പൊ നേരെ വിപരീതമാണ്. നേരത്തെ പറഞ്ഞ ആ ത്വഅ എന്ന് പറഞ്ഞതിന്റെ നേരെ വിപരീതമായി ഒരു കൂട്ടര് അവരെന്താണ്, അവരെന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവര് അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കും. അപ്പൊ ഞാനിത് ചെയ്യാൻ പാടില്ലല്ലോ എന്നവരെ മനസ്സിങ്ങനെ പറയും. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വലിയൊരു കാര്യമായിട്ട് ഇവിടെ പറയുന്നത് ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി, അള്ളാഹിനെ കുറിച്ച് നമുക്ക് പേടിയുണ്ടായാൽ മതി. അള്ളാഹിനെ കുറിച്ച് പേടിയുണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ഓഡിറ്റിന് ഞാനും നിങ്ങളൊക്കെ വിധേയമാകേണ്ടി വരുമല്ലോ. ഒരു ചെറിയൊരു ടാക്സുകാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ പിടിച്ചാൽ നമ്മളെങ്ങനെ അയാളെ മുമ്പിൽ നിൽക്കുക? നമ്മളെ ഒന്നും വലിയ തെറ്റൊന്നും വന്നിട്ടില്ല, എന്നാലും നമുക്ക് നേരെ ചൊവ്വ നിൽക്കാൻ പറ്റില്ല. ഇത് ജീവിതം മുഴുവൻ ഓഡിറ്റിന് വിധേയമാക്കുകയാണ്. അള്ളയാണ് കണക്ക് നോക്കുകയാണ് നമ്മൾ. ആ കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക. ഞാൻ ഇങ്ങനെ പോയാ പോരാ, എന്നെ പിടിച്ചു നിർത്തി ഓഡിറ്റിന് വിധേയമാക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക നമ്മൾ. അപ്പൊ സ്വാഭാവികമായി നമുക്ക് തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്, സ്കരിതങ്ങളിൽ നിന്ന് മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും. നമ്മൾ തോന്നിവാസികളാവുകയില്ല. ദേഹം എന്താണോ ആഗ്രഹിച്ചത് അങ്ങോട്ട് നമ്മൾ പോകില്ല, മറിച്ച് നമ്മുടെ ദീൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇങ്ങനെ വരും. വലിയൊരു മാറ്റ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായ മാറ്റം ഇതാ. സ്വഹാബികൾക്കൊക്കെ ഉണ്ടായ മാറ്റം ഇതാ. അവരുടെ മനസ്സ് പേടിച്ചുപോയി, അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന്. അവര് വലിയ തെറ്റുകളൊക്കെ ചെയ്ത ആളുകളായിരുന്നു പഴയ കാലങ്ങളിൽ. ആ തെറ്റുകളിൽ നിന്നൊക്കെ അവർ മാഞ്ഞു, അവർ മറച്ചു, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് അവസാനം അള്ളാന്റെ മുമ്പിൽ നിൽക്കുക എന്നത് മാത്രം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായി മാറി. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ചിന്ത, ആ ചിന്തയാണ് അവരെ മാറ്റിയത്. ഇതാണ് അറബികളെ മൊത്തം മാറ്റിയത്, വേറെ ഒന്നുമല്ല. ഒരാൾക്കും വേണ്ടാത്ത ഒരു സമൂഹമായിരുന്നുവല്ലോ അറബികൾ. ഈ അറബികളെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചത്, ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരാക്കി എത്തിച്ചത് മഹാനായ പ്രവാചകൻ ഈ ഒരു ഫോർമുല അവരെ മനസ്സിലാക്കി കൊടുത്തപ്പോഴാ. അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും, ജീവിതത്തിൽ ഒരു മരണത്തോടുകൂടി അവസാനിക്കുകയില്ല എന്ന കൃത്യമായ പരലോക ചിന്ത അവരിലേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴെന്തായി? അവര് മാറി, അവരുടെ ജീവിതം മാറി, വേറൊരു റൂട്ടിലേക്ക് അവർ മാറി. ഏത് റൂട്ടിലേക്ക് അവർ പോയത്? ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, ഫൈന തീർച്ചയായും, അൽ ജന്ന സ്വർഗം, ഹിയൽ മഅ്വാ അതാണ് അവന്റെ അഭയകേന്ദ്രം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിലെത്തും. എന്താ രണ്ട് കാര്യങ്ങള്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മ, അവന്റെ മഖാമിൽ അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ഓർമ്മ. രണ്ട്, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ക്രമപ്പെടുത്തി
ക്ഷമപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, തിന്മകളിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക. മനസ്സ് മാറണമെങ്കിൽ ഈ ഒരു ബോധം നമുക്കുണ്ടാകണം, എങ്കിലേ മനസ്സ് മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പോലെ തന്നെയായിരിക്കും. ഇപ്പൊ എത്രയോ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ലല്ലോ, ഒരു മാറ്റമില്ല അവരുടെ ജീവിതത്തിൽ. അവരാ പഴയ ജീവിതം എന്താണോ അതേ ജീവിതം തന്നെയാണ്. എന്നാ പള്ളിയിലും വരും അവര് പലിശക്കാരാണ്, പലിശ കൊടുക്കും, നേർക്ക് നേരെ പലിശ കൊടുക്കില്ല, നേർക്ക് നേരെ പലിശ കൊടുക്കില്ല. പിന്നെന്താ ചെയ്യാ, വേറൊരാളെ ഏൽപ്പിക്കും, അതാരും അറിയില്ല, അയാൾ മാത്രമേ അറിയുള്ളൂ. ആ ഏൽപ്പിക്കുന്ന ആള് പലിശക്കാരനായിരിക്കും. അപ്പൊ ഇദ്ദേഹം പലിശ കൊടുക്കില്ല, ഇയാളൊരു മുസ്ലിമാണ്, പേടിയുണ്ട്, പലിശ കൊടുക്കില്ല. പക്ഷെ പലിശ വേറൊരാള് വഴി കൊടുക്കും. 5 നേരം നിസ്കരിക്കുകയും ചെയ്യും. 5 നേരം നിസ്കരിക്കും, പലിശ കച്ചവടമുണ്ട്. 5 നേരം നിസ്കരിക്കും, ലോട്ടറി കച്ചവടമുണ്ട്. 5 നേരം നിസ്കരിക്കുക, എല്ലാ തോന്നിവാസങ്ങളും. അങ്ങനെയുള്ള ഒരു നിസ്കാരമോ അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ക്രമമോ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ചിന്ത വന്നാൽ ഈ പലിശയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ആ ചിന്ത മാറ്റി നിർത്തും. ലോട്ടറിയിൽ നിന്ന് ആ ചിന്ത നമ്മളെ മാറ്റി നിർത്തും. അനാവശ്യങ്ങളിൽ നിന്ന് ആ ചിന്ത നമ്മളെ മാറ്റി നിർത്തും. ഇതാണ് സ്വഹാബത്തിന്റെ മാറ്റം. ഈ മാറ്റം മാത്രമേ ലോകത്ത് മാറ്റത്തിനുള്ള പരിവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരൊറ്റ മാറ്റമാണ്. വേറെ ഒന്നുകൊണ്ടും മനുഷ്യന് പരിവർത്തനം ഉണ്ടാകില്ല. ഈ ഒരു ചിന്ത കൊണ്ട് മാത്രം ആ പരിവർത്തനം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 2 വാക്യങ്ങളിലൂടെ പരിവർത്തനത്തിന്റെ പുതിയ ചരിത്രം അല്ലാഹു ഇവിടെ കുറിച്ചത്. നിങ്ങൾക്ക് മാറണോ, മാറ്റം ആവശ്യമാണോ, എങ്കിൽ നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛകളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിട്ടുനിർത്തുക. ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയി നമ്മൾ. പിന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു അഴുക്കോ ഒരു ചെളിയോ ഒരു കുത്തോ ഉണ്ടാവുകയില്ല. ക്ലിയറാണ് നമ്മുടെ മനസ്സ് ക്ലിയറായി. ആ ഒരു രീതിയിലേക്ക് നമ്മൾ നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിർത്തികൾ ചാടിക്കടന്ന് നരകത്തിലേക്ക് എത്തുന്ന മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടെ നമുക്ക് ഇതൊന്ന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإذا جاءت الطامة الكبرى فإذا جاءت അത് വന്നാൽ അത്വാമ്മ ആ വിപത്ത് അൽ കുബറ വലിയ ആ വിപത്ത് വരുന്ന സന്ദർഭം. യൗമ യതദക്കറുൽ ഇൻസാനു, യൗമ ആ ദിവസം, യതദക്കറുൽ ഇൻസാനു മനുഷ്യൻ ആലോചിച്ചു പോകും, മനുഷ്യൻ ചിന്തിച്ചു പോകും. മാ സആ അവൻ അധ്വാനിച്ചതിലേക്ക് അവൻ ആലോചിച്ചു പോകും, അല്ലെങ്കിൽ അവൻ ഓർത്തു പോകും. വബുരിസത്തിൽ ജഹീമു നരകത്തെ അല്ലാഹു വെളിവാക്കുന്ന ദിവസമാണത്. ലിമൻ യറാ കാണുന്നവർക്ക് വേണ്ടി. അപ്പൊ ആരാണോ നരകത്തെ കാണുന്ന അവർക്ക് വേണ്ടി അല്ലാഹു നരകത്തെ കൊണ്ടുവരും, വെളിവാക്കും. ഫഅമ്മാ മൻ തഗാ ആരാണോ അതിർത്തികൾ ലംഘിക്കുന്നത്, വആസറൽ ഹയാത്തദ് ദുനിയാ ഭൗതിക ജീവിതത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ആരാണോ, ഫഇന്നൽ ജഹീം തീർച്ചയായും നരകം ഹിയൽ മഅവാ അതാണ് അവന്റെ അഭയകേന്ദ്രം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. വഅമ്മാ മൻ ഖാഫ ആരാണോ ഭയപ്പെടുന്നത്, മഖാമ റബ്ബിഹി തന്റെ റബ്ബിന്റെ മഖാമിനെ ആര് ഭയപ്പെടുന്നുവോ, റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ആര് ഭയപ്പെടുന്നുവോ, വനഹൻ നഫ്സ അനിൽ ഹവാ എന്നിട്ട് ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവോ, അത്തരം ആളുകൾ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ സ്വർഗമാണ് അവരുടെ അഭയകേന്ദ്രം. അപ്പൊ 2 കൂട്ടരെ സംബന്ധിച്ചും 2 കൂട്ടരുടെ ഗുണദോഷങ്ങളെ സംബന്ധിച്ചും സവിശേഷതകളെ സംബന്ധിച്ചും ദുർഗുണങ്ങളെ സംബന്ധിച്ചും അല്ലാഹു ഈ ചെറിയ 3-4 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ഇത് പതിവാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ചെറിയൊരു ഹദീസ് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചെറിയ ഒരു ഹദീസാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ഹദീസാണ്. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന്, അവന്റെ സമ്പത്ത്. സമ്പത്തില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ നടത്തുവാൻ സമ്പത്ത് ആവശ്യമാണ്. മറ്റൊന്ന്, നിർഭയമായി ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. എപ്പോഴും ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം, ഫലസ്തീനിലൊക്കെ പോലെ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം, ഒരു ബോംബർ വിമാനങ്ങളുടെ അന്തരീക്ഷം, എപ്പോഴും കൊല്ലപ്പെടുമെന്നൊരു ഭയം, എപ്പോഴും രക്തം ചിന്തപ്പെടും എന്നൊരു ഭയം അതില്ലാതിരിക്കുക. മറ്റൊന്ന്, അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയണം, മനുഷ്യന്റെ അഭിമാനം. ഈ 3 വിഷയങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന വലിയ ഒരു സ്ഥാനമുണ്ട്. ഈ 3 വിഷയങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഒന്ന് മനുഷ്യന്റെ അഭിമാനമാണ്, മറ്റൊന്ന് മനുഷ്യന്റെ സമ്പത്താണ്, മറ്റൊന്ന് മനുഷ്യന്റെ രക്തമാണ്. രക്തം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ, അതാണ് അതിന്റെ അർത്ഥം. ഈ 3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു ഹദീസാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഹദീസായിട്ട് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വ ദിമാഅക്കും, നിങ്ങളുടെ രക്തം, ഹറാമുൻ ബൈനക്കും, അത് നിങ്ങൾക്കിടയിൽ പവിത്രമാണ്, നിങ്ങൾക്കിടയിൽ അത് വിശുദ്ധമാണ്. കഹുർമതി യൗമിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ. കഹുർമതി യൗമിക്കും ഹാദാ, ഇന്നത്തെ ദിവസത്തിന് എന്ത് പവിത്രതയുണ്ടോ അതേ പവിത്രത ഈ 3 കാര്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ മാസത്തിന് എന്ത് പവിത്രതയുണ്ടോ അതേ പവിത്രത ഈ 3 കാര്യങ്ങൾക്കുമുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് എന്ത് പവിത്രതയുണ്ടോ, ഈ 3 കാര്യങ്ങളും ഖുർആൻ എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്.